ഇന്നങ്ങനെ നമ്മുടെ 11ാമത്തെ ദിവസമായിരുന്നു. കഴിഞ്ഞ 11 ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് രാവിലെ എണീക്കുകയും അതുപോലെ നമ്മുടെ ഫാമിലെ വർക്ക് ചെയ്യുന്നതിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായായിരുന്നു. ഒന്ന്, രാവിലെ എണീക്കാൻ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനനുസരിച്ച് നമ്മൾ കിടക്കുന്ന ടൈമും കൂടെ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ലോങ് റൺ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ ലോങ് റൺ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളായിട്ട് ടയേർഡായി പോകും. സോ അതൊരു ഇഷ്യൂ ആയിട്ട് വന്നത്. അപ്പം സ്ലീപ്പ് ഷെഡ്യൂൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാമിൻ്റെ കേസിൽ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു കുഞ്ഞ് ചേഞ്ച് വെച്ചിട്ടാണ്. അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ അത് ചെയ്തു പോകുന്നത്. പക്ഷേ നമ്മൾ ലീസിന് എടുത്തിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആ ഒരു പേസിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കുറച്ച് ഭയങ്കരമായിട്ട് ഡിലേ ആയി പോകും. അതായത് നമുക്ക് അധികം സമയമില്ലല്ലോ, നമ്മൾ ഒരു പർട്ടിക്കുലർ പീരീഡിനാണല്ലോ ലീസിന് എടുത്തത്. അത് കുറച്ച് ഡിലേ ആയി ഇപ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി അവിടെ കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതായത് നമുക്ക് ഒരു പ്രോപ്പറായിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ വർക്ക് കുറച്ചും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് പോയാലേ നമുക്ക് മര്യാദയ്ക്ക് അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം ചെയ്യുന്ന പോലെ ഡെയിലി ഒരു കുഞ്ഞ് ചേഞ്ച് വരുത്തി കൊണ്ടുപോകാൻ നിന്ന് കഴിഞ്ഞാൽ ഫാമിൻ്റെ കേസ് നടന്നു പോലെ നമ്മുടെ വരുന്ന ദിവസങ്ങളിൽ കുറച്ചും കൂടി ഒന്ന് പ്രോപ്പർ ഓർഗനൈസ് ചെയ്തിട്ട് നമ്മുടെ വർക്ക് ഒന്ന് അലൈൻ ചെയ്ത് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ചും ഇതേ ഫ്ലോയിൽ തന്നെ കൊണ്ടുപോകണം. അതായത് ഫാം വർക്ക് കുറച്ചും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ സ്ലീപ്പ് ഷെഡ്യൂൾ എല്ലാം കൂടെ കറക്റ്റ് ചെയ്തിട്ട് ബാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ഇപ്പോഴത്തെ പരിപാടി.